പാർട്ട് ടൈം ജോലികളിൽ എനിക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ പെയിന്റിംഗ് പണിയായിരുന്നു. ഇവിടെ പെയിന്റിംഗ് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണ്. പക്ഷെ സ്റ്റുഡൻസ് ആയിരിക്കെ നമ്മൾ അവർ നന്നായിട്ട് ചൂഷണം ചെയ്യും. നമുക്ക് ചെറിയ പൈസ തന്നിട്ട് നമ്മളെ കൊണ്ട് അവർ പണിയെടുപ്പിക്കും. അങ്ങനത്തെ ഒരുപാട് ടീം ഉണ്ടായിരുന്നു. അപ്പം ഈ പെയിന്റിംഗ് വർക്കിന് പോയ സമയത്ത് ഒരു 40 ഫീറ്റിൽ ഹൈറ്റിലുള്ള ഒരു ലാഡർ ഉണ്ട്. അപ്പൊ ഈ ലാഡറിൽ കയറി ഞാൻ പെയിന്റിംഗ് പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അത് കയ്യിൽ നിന്ന് ബാലൻസ് തെറ്റി നേരെ തലമുക്ക് ഒറ്റ വീകല്. എന്റെ തലയിൽ വീണത് എനിക്ക് അത്ര വലിയ വിഷയമില്ലായിരുന്നു. ഞാൻ നേരെ നോക്കിയെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് ആ വീടിന്റെ ഓണറുടെ ബെൻസ് കാർ അവിടെ ഉണ്ടായിരുന്നു. നേരെ പോയി നോക്കി, വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല. ആ ലാൻഡർ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഒരു വീടിന്റെ ഒരു മൂലക്കിൽ പോയിരുന്നു. ഞാൻ നല്ലോണം തല ഒഴിഞ്ഞപ്പം ബാക്കിൽ നിന്ന് മറ്റേ ചൈനക്കാരൻ, ഈ കമ്പനിയുടെ ഓണർ, വാട്ട്സ് ഹാപ്പനിങ് ആയ ഒന്നുമില്ല, ഒന്നും നോ പ്രോബ്ലം, ഞാൻ ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് തലക്ക് ഒഴിഞ്ഞ് ഇരുന്നൊരു സമയമുണ്ട്. അതേപോലെ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ലാഡറിന്റെ മുകളിൽ കയറിയിരിക്കുന്ന സമയത്ത് നോമ്പിന്റെ സമയത്താണ്, നോമ്പ് തൊട്ടിട്ടാണ് ഞാൻ ഈ പണിക്ക് പോയിരുന്നത്. ഹൈറ്റിലാണ് നിൽക്കുന്നത്, നല്ല വെയിലുണ്ട്, സമ്മറാണ്. ഞാൻ മുകളിൽ നിന്ന് ഹൈറ്റിൽ ഇങ്ങനെ പെയിന്റെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് തല കറങ്ങാൻ തുടങ്ങി. കാരണം ഒന്നും കഴിച്ചിട്ടില്ല, നോമ്പാണ് ഓഫ് കോഴ്സ്. ഞാൻ നേരെ എന്ത് ചെയ്തു, ലാഡറുമെന്ന് ഇറങ്ങി നേരെ പോയി അപ്പുറത്തൊരു മെക്ഡൊണാൾഡ്സിൽ നിന്ന് നല്ലൊരു ബർഗർ വാങ്ങി കഴിച്ച് തിരിച്ചു വന്ന് ജോലി കംപ്ലീറ്റ് ചെയ്യണ്ടായി. സോ സ്റ്റുഡന്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈക്ക് ഇപ്പൊ ആയിരിക്കും ഭയങ്കര ഫണ്ണായിരുന്നു, രസമായിരുന്നു തോന്നെങ്കിൽ പോലും അത് കുറച്ച് റിസ്കി പരിപാടി തന്നെ ആയിരുന്നു.